ഹായ് കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ ബെഹ്റിലാണുള്ളത്. ബെഹ്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ട്രീ ഓഫ് ലൈഫ്. ഏകദേശം ബെഹ്റിൻ്റെ മനാമ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 40-45 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ട്രീ ആണ്. ഏകദേശം 500 വർഷമാണ് ഈ ട്രീക്ക് പറയുന്നത്. അതിൻ്റെ ലൈഫ് തുടങ്ങിയിട്ട് 500 വർഷമായി. ഒരു വെള്ളമോ അല്ലെ ഒരു സംഭവം ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കാതെ തന്നെയാണത് വളർന്നു വന്നിരിക്കുന്നത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഇതെങ്ങനെയാണ് ഇവിടെ ഉണ്ടായതെന്നൊന്നും ആർക്കും അറിയത്തില്ല. അതിനെ കുറിച്ച് കിട്ടുന്ന വിവരങ്ങളും വളരെ കുറവാണ്. പക്ഷേ നല്ലൊരു പ്ലേസാണ്. നമ്മൾ ഡെസേർട്ടിൽ കൂടെ ഇങ്ങനെ വന്ന സമയത്ത് നമുക്ക് എന്താ പറയുന്നത്, ഓയിലൊക്കെ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. പഴയ രീതിയിലുള്ള ആ ഒരു രീതികളുള്ള സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റി. അടിപൊളിയാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം ഇന്നലെ ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു. അപ്പം ഈ ട്രീയുടെ കുറച്ച് ബ്രാഞ്ചസൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആൾക്കാർ റിമൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത് പോയി കാണാം. ഫോട്ടോ നൈപ്പ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ട്രീ. 500 years എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ലൈഫ് സ്പാനാണ്. നമ്മുടെയൊക്കെ ലൈഫ് സ്പാൻ എത്രയാണ്? മാക്സിമം വന്ന് 70-80 പോട്ടെ, 100 കൂട്ടിക്കോ. അല്ലെ ഏറ്റവും വലിയ പ്രായമുള്ള മുത്തശ്ശി 120 കൂട്ടിക്കോ. ഇതിൻ്റെ ഏജ് പറയുന്നത് 500 years ആണ്. പല ബ്രാഞ്ചുകൾ നിലത്തൊക്കെ മുട്ടി ബനിയൻ ട്രീ പോലെ വളർന്ന് വരുന്നുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. ഇതിൽ ധാരാളം കിളികൾ കൂട് വച്ചിട്ടുണ്ട്. അതൊരു മനോഹരമായതാണ്. നല്ല കിളികൾ ശബ്ദമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. എന്ത് ട്രീ ആണെന്ന് അറിയത്തില്ല. എന്നാലും ഒരു കായൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഒരു കായുണ്ട്. നമ്മുടെ നാട്ടിലെ പുളിയുടെ ഇല പോലത്തെ ഇലകളാണ്. അടിപൊളിയാണ് സംഭവം. വലിയ പ്രതീക്ഷയില്ലായിരുന്നു ഇവിടെ വന്നപ്പം. ഒരു ട്രീ അല്ലേ, എന്താണ് അതിൽ മാത്രം ഉള്ളത് എന്നൊക്കെയായിരുന്നു ധാരണ. പക്ഷേ സംതിങ് സൂപ്പർ. മരമുത്തശ്ശി അനുഗ്രഹിക്കൂ. ഒരുപാട് നൂറ്റാണ്ടുകൾ കടന്നുള്ള ഒരു മരം കണ്ടോ. അതിൻ്റെ മെയിൻ ഇതിവിടെയാണ്. പല എന്താ പറയുന്നത്, തലമുറകൾ കൈമാറി വന്നപ്പം മീൻസ് അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഒടിഞ്ഞും പിരിഞ്ഞും ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നാൽ വലിയൊരു എന്താ പറയുക, തടി വെച്ചുള്ള തടിയല്ല. ഇതുകൊണ്ട് ഇതിൻ്റെ അകത്തൊക്കെ പൊള്ളയാണ് കണ്ടോ. ഇതിനകത്തൊക്കെ പൊള്ളയാണ്. ഇതതിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ചേറയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. യൂറോപ്യൻസൊക്കെ വലിയ ബസ്സുകളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. കാരണം ഞങ്ങൾ മനാമയിൽ നിന്ന് പോന്നപ്പോൾ തന്നെ അവിടെ ഒരു 10-20 ബസ്സുകൾ, എനിക്കൊന്ന് ക്രൂയിസെ വന്ന് ഇറങ്ങിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരിതൊക്കെ കാണാൻ വേണ്ടി പോരുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയത്തില്ല. ഇവിടെ അത്യാവശ്യം തുളകളൊക്കെ കാണുന്നുണ്ട് കണ്ടോ. പല ആൾക്കാരും വന്ന് ഇപ്പോഴല്ലേ ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതിനൊക്കെ മുമ്പ് നശിപ്പിക്കാനൊക്കെ പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. വരുന്ന ഈവൻ ടൂറിസ്റ്റുകൾ പോലും ഒടിക്കുക, പറിക്കുക, അങ്ങനെയുള്ള നമുക്ക് കാണാൻ പറ്റും. ഇത് ഉണ്ടോ, ഇതിൻ്റെ തടിയൊക്കെ ഇങ്ങനെ കിള്ളിപ്പറിച്ച രീതിയിലുള്ള ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ്. ഇഷ്ടംപോലെ കിളികൾ കൂട് ഇവിടെയുണ്ട്. അതൊരു വലിയ രസമാണ്. എന്നാൽ ഇവരുടെ ശബ്ദം അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് നല്ല മഴ സമയമായിരുന്നുകൊണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്താണ്. എനിക്കൊന്ന് നീണ്ടു വരുമ്പം അതിൻ്റെ വെയിറ്റൊക്കെ താങ്ങാൻ വേണ്ടിയുള്ള ഒരു രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കാം. എന്താണെങ്കിലും ബെഹ്റിൻ സന്ദർശിക്കുന്ന ആൾക്കാർ എന്താണെങ്കിലും തീർച്ചയായിട്ടും മടി വിചാരിക്കാതെ വരേണ്ടതാണ്. വരുന്ന വഴിക്ക് നമുക്ക് കാണാൻ വേണ്ടി അതുപോലത്തെ മീൻസ് ഒരുപാട് ഓയിൽ ഫീൽഡ്, നമ്മൾ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന, അല്ല ഭൂമിക്കടിയിൽ നിന്ന് ഓയിൽ എടുക്കുന്ന പഴയ രീതിയിലുള്ള മെഷീൻസ് വെച്ച് ഇങ്ങനെ എടുക്കുന്ന രീതി, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു വളരെ രസകരമായ കാഴ്ചകളാണ്. നമ്മൾ പ്രായമായവർക്ക് അതൊരു രസമല്ലേ പോലും നമ്മുടെ കുട്ടികൾക്കതൊരു വലിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. യൂറോപ്യൻസൊക്കെ ബസ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. क्लीनरों का रूटीन मैं रात को पकड़ता हूँ। सुबह इनके लिए
അടിപൊളി ക്ലൈമറ്റ്. ഇപ്പോൾ നമ്മൾ സർദാർജിയായിട്ട് സംസാരിച്ചപ്പോൾ അവനാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. അവൻ പറഞ്ഞത് 1 മണിക്കൂർ മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, അതുപോലെ കാറ്റടിച്ചിട്ട് മണൽ പറക്കുമായിരുന്നു പറഞ്ഞ്. അങ്ങനെയുള്ള വലിയ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ കൂടെ ഉണ്ട് ഇവിടെ. കാരണം വേറെ ഇവിടെ ചുറ്റുവട്ടത്തൊന്നുമില്ല, കടകളൊന്നുമില്ല. അപ്പം വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കാലാവസ്ഥയൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം വരാൻ. ഇവിടെ വന്നിട്ട് കുടുങ്ങിപ്പോവല്ലേ ആരും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.